കർണാടകയിലെ കടൂർ എന്ന സ്ഥലത്ത് 2020 ഫെബ്രുവരി 17 രേവന്ത് എന്ന ഡെന്റൽ ഡോക്ടറും അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള കവിതയും കൂടെ ഒരു ഷോപ്പിങ്ങിന് പോവുകയും കുറച്ച് സ്വർണ്ണ ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ വാങ്ങി ഏതാണ്ട് 4:30 തിരികെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു. നല്ല സാമ്പത്തികമുള്ള കുടുംബം. അവർക്ക് 2 മക്കളുണ്ട്. മൂത്ത മകന്റെ പേര് ഗൗരവ് എന്നാണ്. ഗൗരവിന് 5 വയസ്സായിരുന്നു പ്രായം. ഇളയത് ഒരു പെൺകുഞ്ഞാണ്. ആ കുഞ്ഞിന് വെറും 11 മാസം മാത്രമാണ് പ്രായമുണ്ടായിരുന്നത്. 4:30 ഈ രേവന്തും കവിതയും കൂടെ ആ വീട്ടിലേക്ക് എത്തി. അല്പസമയം കഴിഞ്ഞ് അവരുടെ മകനായിട്ടുള്ള ഗൗരവ് ട്യൂഷൻ കഴിഞ്ഞ് അവിടേക്ക് എത്തുകയും അച്ഛനുമായിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്തു. തിരികെ 6:30 അവർ വീട്ടിലേക്ക് എത്തിയത്. അപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഏവരെയും ഞെട്ടിപ്പിക്കുന്നുണ്ടായിരുന്നു. അവരുടെ വീടിന്റെ വാതില് ആരോ കുത്തി തുറന്നിരിക്കുന്നു. മുറിയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ കവിത അവിടെ മരിച്ചു കിടക്കുന്നു. ആ വീട്ടില് മോഷണം നടന്നതിന്റെ എല്ലാ സൂചനയുമുണ്ട്. രേവന്ത് ഉടൻ തന്നെ പോലീസിന് വിവരം അറിയിച്ചു. പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. വളരെ ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു അത്. കാരണം കവിതയുടെ കഴുത്തില് ആഴത്തിലുള്ള ഒരു മുറിവ് സംഭവിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഒരുപാട് രക്തം പോയിട്ടാണ് ആ പെൺകുട്ടി, ആ യുവതി മരണപ്പെടുകയും ചെയ്തത്. മോഷണം നടന്നതിന്റെ എല്ലാ സൂചനകളും ആ വീട്ടിൽ കാണാം. രേവന്ത് പോലീസിനോട് പറഞ്ഞ കാര്യങ്ങൾ ഇപ്രകാരമായിരുന്നു. ഏതാണ്ട് 4:30 കവിതയും രേവന്തുമായിട്ട് ആ വീട്ടിലേക്ക് എത്തി. ഉടൻ തന്നെ മകനുമായിട്ട് രേവന്ത് പുറത്തേക്ക് പോവുകയും ചെയ്തു. തിരികെ എത്തിയപ്പോഴാണ് ആ ഒരു കാഴ്ച കണ്ടത്. അതുമാത്രമല്ല, അവർ അന്ന് വാങ്ങിയ സ്വർണ്ണ ആഭരണങ്ങളും ആ വീട്ടിലുണ്ടായിരുന്ന മറ്റ് സ്വർണ്ണ ആഭരണങ്ങളും അവിടെ നിന്ന് മോഷ്ടിച്ച് എടുത്തിട്ടുമുണ്ട്. രേവന്ത് പോലീസിനോട് ചില സംശയങ്ങൾ പറയുകയാണ്. അവർ ഷോപ്പിങ്ങിന് പോയ സമയത്ത് ഒരു ജുവലറിയിൽ നിന്ന് കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയിരുന്നു. ഒരു പക്ഷേ അവിടെ വെച്ച് അവർ ആ ആഭരണങ്ങൾ വാങ്ങുന്നത് ആരെങ്കിലും കാണുകയും അവർ ആ വീട്ടിലേക്ക് എത്തിയിട്ട് മോഷണം നടത്തുകയും ഭാര്യയെ കൊലപ്പെടുത്തിയതുമാകാം. അതൊരു സംശയം മാത്രമാണ്. എങ്കിൽ തന്നെയും പോലീസ് ആ ജുവലറിയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിരുന്നു. ഉടൻ തന്നെ കവിതയുടെ ശരീരം പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയും ചെയ്തു. ആ ജുവലറിയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ സംശയിക്കേണ്ട ഒരു സാഹചര്യവും അവിടെ ഉണ്ടായിരുന്നില്ല. രേവന്തിന്റെ മൊഴിയനുസരിച്ച് വൈകിട്ട് 4:30 6:30 ഇടയിലായിട്ടാണ് ആ മോഷണവും കൊലപാതകവും ആ വീട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. ഒരിക്കലും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മോഷ്ടാക്കളും വൈകുന്നേര സമയത്ത് മോഷണം നടത്താറില്ല. എങ്കിൽ തന്നെയും ആ മോഷ്ടാക്കളെ കുറിച്ച് അല്ലെങ്കിൽ ആ മോഷ്ടാവിനെ കുറിച്ച് ഏതെങ്കിലും ഒരു ചെറിയ സൂചന കിട്ടിയാൽ മാത്രമേ ആ കേസന്വേഷണം മുന്നോട്ട് പോവുകയുള്ളൂ. ആ വീട്ടിലേക്ക് ഏതെങ്കിലും ഒരു മോഷ്ടാവ് എത്തിയിട്ടുണ്ടെങ്കിൽ കവിത മരിച്ച ആ മുറിയിൽ ഒന്നെങ്കിൽ മോഷ്ടാവിൻ്റെ ഫിംഗർ പ്രിന്റോ ഫുട് പ്രിന്റോ ഉണ്ടാകും. അത് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് പരിശോധിക്കുകയും ചെയ്തു. അങ്ങനെ നോക്കിയപ്പോൾ കവിതയുടെയും ഭർത്താവായിട്ടുള്ള രേവന്തിന്റെയും അല്ലാതെ മറ്റ് ആരുടെയും തന്നെ ഫിംഗർ പ്രിന്റോ ഫുട് പ്രിന്റോ ആ മുറിയിൽ ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ആ കൊലപാതകി കയ്യിൽ ഗ്ലൗസ് ധരിച്ചിട്ടുണ്ടാകാം. ആ സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല. അതിനോടൊപ്പം തന്നെ കവിതയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. വളരെ മൂർച്ച കൂടിയ ഒരു കത്തി ഉപയോഗിച്ചാണ് കവിതയെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ അതൊരു സർജിക്കൽ ബ്ലേഡ് ആയിരിക്കാം. അതുമാത്രമല്ല, അവളുടെ ശരീരത്തിൽ ഉറക്കഗുളിയുടെ അംശവും ഉണ്ടായിരുന്നു. ഒരു കൊലപാതകിയാണ് ആ കൃത്യം ചെയ്തതെങ്കിൽ കവിതയുടെ ശരീരത്തിൽ എങ്ങനെയാണ് ഉറക്കഗുളികയുടെ അംശം വരുന്നത്? ഈ കാര്യങ്ങൾ എല്ലാം കൂട്ടിയോജിപ്പിച്ചപ്പോൾ പോലീസിന് ചില സംശയങ്ങൾ തോന്നുകയാണ്. ഉറക്കഗുളിയെ കൊടുത്ത കഴുത്ത് അറുത്താണ്, സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചാണ് കവിതയെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ആ വീട്ടിൽ നിന്ന് കൊലപാതകയെക്കുറിച്ചുള്ള ഒരു സൂചനയും ഒരു ഫുട് പ്രിന്റോ ഫിംഗർ പ്രിന്റോ ഒന്നും തന്നെ പോലീസിന് ലഭ്യമായിട്ടില്ല. അവർ ഷോപ്പിംഗ് നടത്തിയ ആ ജ്വല്ലറിയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ സംശയമുണ്ടാകുന്ന ഒരു സാഹചര്യവും അവിടെ ഉണ്ടായിട്ടുമില്ല. കവിയുടെ ഭർത്താവായിട്ടുള്ള രേവന്ത് ആണെന്നുണ്ടെങ്കിൽ ഒരു ഡെന്റൽ ഡോക്ടറാണ്. അയാളുടെ കയ്യിൽ ഒരു സർജിക്കൽ ബ്ലേഡ് ഉണ്ടാകുക എന്ന് പറയുന്നത് സർവ്വസാധാരണമാണ്. ഒരു പക്ഷേ രേവന്ത് ആയിരിക്കുമോ സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തിയത്? രേവന്തിന്റെ മൊഴിയനുസരിച്ച് അന്നേ ദിവസം വൈകുന്നേരം 4:30 അവരുടെ മകനായിട്ടുള്ള ഗൗരവ് ആ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഗൗരവിന് വെറും 5 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ആ മകനിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുക പറയുന്നത് ഒരുപാട് പ്രയാസമാണ്. എങ്കിൽ തന്നെയും ആ കുട്ടിയോട് കുറച്ച് കാര്യങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ ചോദിച്ച് അറിയുകയും ചെയ്തു. ആ മകൻ പറഞ്ഞ കാര്യങ്ങൾ ഇപ്രകാരമായിരുന്നു. ഫെബ്രുവരി 17 ഏതാണ്ട് 4:30 കഴിഞ്ഞപ്പോൾ ആ മകൻ വീട്ടിലേക്ക് എത്തിയിട്ട് നേരെ അച്ഛനുമായിട്ട് പുറത്തേക്ക് പോവുകയായിരുന്നു. അതായത് ആ കുട്ടി ആ വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയോ അവന്റെ അമ്മയെ നേരിട്ട് കാണുകയോ ചെയ്തിട്ടില്ല. വൈകിട്ട് 6:30 തിരികെ വീട്ടിലേക്ക് അച്ഛനുമായിട്ട് എത്തുകയും ചെയ്തത്. ഈ കാര്യം കൂടെ കേട്ടപ്പോൾ പോലീസിന് രേവന്തിന്റെ മേലെ സംശയം കൂറുകയും ആ രേവന്തിന്റെ കോൾ ഡീറ്റെയിൽസ് പരിശോധിക്കുകയും ചെയ്തു. അവന്റെ ഫോണിൽ നിന്ന് ഏറ്റവും കൂടുതൽ കോൾ പോയിരിക്കുന്നത് ഹർഷിത എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ നമ്പറിലേക്കാണ്. 2020 ജാനുവരി 30 ഈ ഹർഷിതമായിട്ട് രേവന്ത് മണിക്കൂറുകളോളം സംസാരിച്ചിട്ടുമുണ്ട്. അതിനെ തുടർന്ന്
ഫെബ്രുവരി 17 ഈ രേവന്തിന്റെ മൊബൈൽ സിഗ്നൽസ് പോലീസ് അവിടെ പരിശോധിക്കുകയാണ്. അങ്ങനെ നോക്കിയപ്പോൾ അന്നേ ദിവസം വൈകിട്ട് 5:30 രേവന്ത് ഒരു കൊറിയർ ഓഫീസിലേക്ക് പോയിട്ടുണ്ട്. അന്വേഷണ സംഘം ആ കൊറിയർ ഓഫീസിലേക്ക് എത്തുകയും രേവന്തിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുകയും ചെയ്തു. അന്നേ ദിവസം രേവന്ത് ഒരു കൊറിയർ അയച്ചിട്ടുണ്ടായിരുന്നു. ആ കൊറിയർ അയച്ചിരിക്കുന്നത് ബാംഗ്ലൂരിലെ രാജേശ്വരി നഗർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അതും ഹർഷിതയുടെ പേരിൽ. പോലീസിന്റെ ആ സംഘം വളരെ പെട്ടെന്ന് തന്നെ ഹർഷിതയുടെ വീട്ടിലേക്ക് എത്തി. പക്ഷെ ആ വീട്ടിൽ ഹർഷിത ഉണ്ടായിരുന്നില്ല. ഫെബ്രുവരി 18 രേവന്ത് അയച്ച ആ കൊറിയർ ഹർഷിത കൈപ്പറ്റിയിട്ടുമുണ്ട്. ആ കൊറിയറിൽ ഏതാണ്ട് 112 ഗ്രാം സ്വർണ്ണ ആഭരണങ്ങളും 2 കിലോയുടെ അടുത്ത് വെള്ളി നാണയങ്ങളും വെള്ളി ആഭരണങ്ങളും ഉണ്ടായിരുന്നു. ആ സ്വർണ്ണ ആഭരണങ്ങൾ പോലീസ് ഇവിടെ പരിശോധിച്ചു. അത് കവിതയുടെ ആഭരണങ്ങളാണെന്ന് തിരിച്ച് അറിയുകയും ചെയ്തു. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ ഉറപ്പിക്കുകയാണ് രേവന്ത് തന്നെയാണ് ആ കൊലപാതകം ചെയ്തിരിക്കുന്നത്. അതിൽ തീർച്ചയായിട്ടും ഹർഷിതയ്ക്ക് പങ്കുണ്ടാകും. അല്ല എന്നുണ്ടെങ്കിൽ ആ സ്വർണ്ണ ആഭരണങ്ങൾ അവൾ വാങ്ങേണ്ട ഒരാവശ്യവും അവിടെ ഉണ്ടായിരുന്നില്ല. ഇരുവരും തമ്മിൽ വർഷങ്ങളായിട്ട് പ്രണയത്തിലാണ്. അതായത് രേവന്തും ഹർഷിതയും തമ്മിൽ വളരെ നാളുകളായിട്ട് അവരുടെ പ്രണയബന്ധമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ആ കാര്യങ്ങൾ ആരും തന്നെ അറിഞ്ഞിരുന്നില്ല. ഈ രേവന്തിന്റെ അടുത്ത വീട്ടിലെ ഒരു ബന്ധുവാണ് ഈ ഹർഷിത. അവൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഭർത്താവുണ്ട്, 2 കുട്ടികളുമുണ്ട്. ഒരു ഫാഷൻ ഡിസൈനറായിട്ട് അവൾ ജോലി ചെയ്ത് വരികയായിരുന്നു. അങ്ങനെ ആ പ്രണയബന്ധമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് കവിത ആ കാര്യങ്ങൾ എല്ലാം അറിയുകയും ചെയ്തു. 2020 ജാനുവരി 29 ആ രഹസ്യമായിട്ടുള്ള പ്രണയബന്ധം ഭാര്യയായിട്ടുള്ള കവിത തിരിച്ചറിയുന്നത്. അതിനെ തുടർന്ന് രേവന്തും കവിതയുമായിട്ട് ഒരുപാട് വഴക്കുണ്ടായി. രേവന്ത് ജാനുവരി 30 രാവിലെ തന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ഹർഷിതയുമായിട്ട് മണിക്കൂറോളം സംസാരിക്കുകയും ചെയ്തു. കവിത രേവന്തിനോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. രണ്ടുപേരും രഹസ്യമാക്കി വെച്ചിരുന്ന ആ പ്രണയബന്ധം ഹർഷിതയുടെ വീട്ടുകാരെ അറിയിക്കും. അതുകൂടാതെ രേവന്തിന്റെയും കവിതയുടെയും മാതാപിതാക്കളെയും ആ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഹർഷിതയ്ക്കും രേവന്തിനും അത് ഒരുപാട് നാണക്കേട് ഉണ്ടാക്കും. അങ്ങനെ ജാനുവരി 30 രണ്ടുപേരും കൂടെ ഒരു തീരുമാനം എടുക്കുകയാണ് കവിതയെ കൊലപ്പെടുത്തിയാൽ മാത്രം പോരാ, ആ ഒരു കൊലപാതകം തങ്ങളിലേക്ക് എത്താതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ആസൂത്രണം ചെയ്യുകയും വേണം. അത് പ്രകാരം 2020 ഫെബ്രുവരി 17 ഈ രേവന്ത് കവിതയോട് പോയിട്ട് ഒരുപാട് മാപ്പ് ചോദിച്ചു. ഇനി ഹർഷിതയുമായിട്ട് ഒരിക്കലും ആ പ്രണയബന്ധം മുന്നോട്ട് കൊണ്ടുപോകില്ലെന്നും നിന്നെ ഞാൻ ഒരിക്കലും ചതിക്കില്ലെന്ന് ഒരുപാട് പറഞ്ഞ് മാപ്പ് ചോദിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം ഭർത്താവല്ലേ മാപ്പ് ചോദിക്കുന്നത്. അതുകൊണ്ട് കവിത ആ മാപ്പ് കൊടുക്കുകയും രേവന്തുമായിട്ട് മുന്നോട്ട് പോകാൻ അവിടെ തീരുമാനം എടുക്കുകയും ചെയ്തു. ആ ഒരു സന്തോഷത്തിൽ രേവന്തും കവിതയുമായിട്ട് പുറത്തു പോവുകയും ഷോപ്പിംഗ് നടത്തുകയൊക്കെ ചെയ്തു. 4:30 തിരികെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു. 4:30 അതിന് മുന്നേ തന്നെ ഇരുവരും വീട്ടിലേക്ക് എത്തിയിരുന്നു. ആ സമയത്ത് 11 മാസം മാത്രം പ്രായമുള്ള ആ കുഞ്ഞു മാത്രമാണ് ആ വീട്ടിൽ ഉണ്ടായിരുന്നത്. അതിനെ തുടർന്ന് ഒരു ജ്യൂസ് ഈ രേവന്ത് കവിതയ്ക്ക് കൊടുക്കുകയായിരുന്നു. ആ ജ്യൂസിൽ ഉറക്ക ഗുളിക കടത്തിലുണ്ടായിരുന്നു. ആ ജ്യൂസ് കുടിച്ച് ഉടൻ തന്നെ കവിത ബോധം കെട്ട് നിലത്ത് വീഴുകയും ആ സമയത്ത് തന്നെ രേവന്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് കഴുത്തറുത്ത് സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം അലമാരിലുണ്ടായിരുന്ന ആ സ്വർണ്ണ ആഭരണങ്ങളെല്ലാം തന്നെ ഒരു ബാഗിലേക്ക് മാറ്റി ആ ലോക്കർ അവിടെ കുത്തിപ്പൊളിച്ച് വെക്കുകയും ചെയ്തു. തുടർന്ന് മുൻവശത്തെ വാതിലും സമാനമായിട്ട് അവിടെ കുത്തി തുറന്നു വെച്ചു. എന്നിട്ട് മുൻവശത്തെത്തിയിട്ട് ആ കാറിൽ അവൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ആ മകൻ ഗൗരവ് അവിടേക്ക് എത്തിയ സമയത്ത് തന്നെ വീടിന്റെ ഉള്ളിലേക്ക് ആ മകനെ പ്രവേശിപ്പിക്കാതെ വളരെ പെട്ടെന്ന് മകനുമായിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്തു. അതിനിടയിൽ ആ കൊറിയർ ഓഫീസിൽ പോയിട്ട് ആ സ്വർണ്ണ ആഭരണങ്ങളും വെള്ളി ആഭരണങ്ങളും അവന്റെ കാമുകിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം 6:30 തിരികെ വീട്ടിലേക്ക് എത്തുകയും പിന്നീട് ഒന്നും അറിയാത്തവനെ പോലെ പോലീസുകാരോട് വിളിച്ച് എല്ലാ കാര്യങ്ങൾ പറയുകയും ചെയ്തു. പക്ഷേ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് രേവന്തിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് സാധിച്ചില്ല. കാരണം അവനെ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ ഒരു ട്രെയിനിന്റെ മുന്നിൽ ചാടി രേവന്ത് ആത്മഹത്യ ചെയ്തു. രേവന്ത് മരിച്ചെന്ന് ഉറപ്പായപ്പോൾ അവന്റെ കാമുകിയും അവിടെ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. അതായത് ഭാര്യയോടുള്ള കവിതയെ കൊലപ്പെടുത്തിയ ഭർത്താവും അവന്റെ കാമുകിയും അവർ രണ്ടുപേരുമാണ് ഈ കേസിലെ പ്രതികൾ. രണ്ടുപേരും അവിടെ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ദിസ് ഇസ് മീ സിജോ ജോൺ. See you.